ലോർഡ് സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവം നിന്നോട് പറയുന്ന ദൈവശബ്ദം എന്തൊക്കെയാണ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ദൈവം നമ്മോട് പറയുന്ന, ദൈവം നിന്നോട് പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദം, ധൈര്യപ്പെടുക, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറയുകയാണ്. ഈ വചനഭാഗത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, കർത്താവായ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് ആയിരിക്കുമ്പോൾ, യേശുവും ശിഷ്യന്മാരും പുരുഷന്മാരും ഒരുമിച്ച് ഒരിടത്തായിരിക്കുമ്പോൾ യേശു ഒന്നാമതായി പുരുഷാരത്തെ പറഞ്ഞയക്കുന്നു. അതിനുശേഷം യേശുവും തൻ്റെ ശിഷ്യന്മാരും ശേഷിക്കുകയാണ്. അതിനുശേഷമായിട്ട് യേശു ശിഷ്യന്മാരെ നിർബന്ധിക്കുന്നു, നിങ്ങൾ തനിയെ പടക് കയറി അക്കരയ്ക്ക് പോകാൻ. അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിക്കുന്നു. അങ്ങനെ അവർ പടക് കയറി. യേശു അവരോട് കൂടെയില്ല. യേശു തനിയെ മലയിൽ യേശു പ്രാർത്ഥിക്കാൻ പോകുന്നു. ശിഷ്യന്മാർ തനിയെ പടക് കയറി അക്കരയ്ക്ക് പോകുകയാണ്. പുരുഷാരം കടന്നുപോയി. ശിഷ്യന്മാർ പടക് കയറി അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നു. യേശു തനിയെ മലയിൽ പോയി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിക്കുകയാണ്. ഈ സമയത്ത് തനിയെ പടകിൽ കയറി അക്കരയ്ക്ക് യാത്ര ചെയ്ത ശിഷ്യന്മാർക്ക് എന്തു സംഭവിച്ചു? അവർ പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി. ഒത്തിരി കടലിൻ്റെ ഉള്ളിലോട്ട് അവരെത്തുവാനിടയായി. രക്ഷപ്പെടാനുള്ള പഴുതെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന മേഖലയിൽ ആഴക്കടൽ അവരെ പടകെത്തി. അവർ നിലവിളിക്കുവാനും ഭാരപ്പെടുവാനും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാത്ത രീതിയിൽ അവരവിടെ ഭാരപ്പെടുമ്പോൾ, തനിയെ മലയിൽ കയറിപ്പോയി മണിക്കൂറോളം യേശു പിതാവായ ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിന് മനസ്സിലായി, ഞാൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോകുന്നതിന് മുന്നമേ എൻ്റെ സ്നേഹിതരായ പ്രിയപ്പെട്ടവരായ ശിഷ്യന്മാരെ ഞാൻ തനിയെ പടക് കയറി അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കെന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് കർത്താവിന് മനസ്സിലായി. കർത്താവ് ഉടനെ ഇറങ്ങി ആ വെള്ളത്തിൽ കൂടെ നടന്നു വന്ന് ഭാരപ്പെട്ട് ആഴക്കടലായിരിക്കുന്ന പടകിലായിരിക്കുന്ന ശിഷ്യന്മാർ നിലവിളിക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ യേശു അവരോട് പറയുന്ന ദൈവശബ്ദമാണ്, ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. യേശു ഇറങ്ങി വന്ന് അവരോട് പറയുന്ന വാക്കുകളാണ്, ധൈര്യപ്പെടുവിൻ, പേടിക്കേണ്ട. ഈ ശബ്ദം കേൾക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ വ്യത്യസ്ത സ്വഭാവങ്ങളിലും വിഷയങ്ങളിലും അനുഭവങ്ങളിലും വേദനകളിലും ഒറ്റപ്പെടലും പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ഈ ശബ്ദത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് തരണം ചെയ്യുന്ന ചില പടകുകളുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ചില മേഖലകളുണ്ട്. പക്ഷേ നീ ഒരു ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിന്നോടുകൂടെ യേശു സഞ്ചരിക്കും. നീ ഇരിക്കുന്ന ഇടത്ത് യേശു ഇറങ്ങി വന്നിട്ട് പറയും, ഈ പ്രതിസന്ധി നീ ഒറ്റയ്ക്കല്ല തരണം ചെയ്യാൻ പോകുന്നത്. ഈ പ്രതിസന്ധിയിൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നെ ധൈര്യപ്പെടുത്തും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, നീ പേടിക്കേണ്ട എന്നുള്ള ദൈവശബ്ദം പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാനിടയാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു വിഷയത്തിലും ഞാൻ എന്തായി തീരും, എങ്ങനെയായി തീരും, ഈ തിരമാലകൾ എന്നെ മുക്കിക്കളയുമല്ലോ, ഈ പ്രശ്നം എന്നെ തളർത്തിക്കളയുമല്ലോ, എനിക്കൊരു മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയത്തില്ല എന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാല ഈ ദൈവശബ്ദത്തിലൂടെ പരിശുദ്ധാത്മാവ് നിൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുന്നു.
പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, കുഞ്ഞെ, നീ ഒറ്റയ്ക്കല്ല, നിന്നോടുകൂടെ ഞാനുണ്ട്, നിന്റെ പടകിൽ ഞാനുണ്ട്. നീ ഒറ്റയ്ക്കല്ല ഈ വിഷയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ഇത് ജയിച്ച് കടന്നു വരാൻ തക്കവണ്ണം ഞാൻ നിന്നെ സഹായിക്കും. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട, നീ പേടിക്കേണ്ട, നീ ധൈര്യമായിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന വാക്ക് ധൈര്യപ്പെടുവിൻ. പല വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും അധൈര്യപ്പെട്ടു പോകാറുണ്ട്, നമ്മളെല്ലാവരും ഭാരപ്പെട്ടു പോകാറുണ്ട്, തളർന്നു പോകാറുണ്ട്. പക്ഷേ കർത്താവ് നമ്മോട് പറയുന്നു, പേടിക്കണ്ട, നീ അധൈര്യപ്പെടേണ്ട, നീ ധൈര്യമായിരിക്കുക. നീ ധൈര്യമായിരുന്ന് നീ ജയത്തോടെ മുന്നോട്ട് പോകുക, ഞാൻ നിന്നെ സഹായിക്കും. മാർക്കോസ് സുവിശേഷം 6:50 എല്ലാവരും അവനെ കണ്ട് ഭ്രമിച്ചിരുന്നു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെയാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. നിന്റെ വിഷയത്തിൻ്റെ നടുവിലൂടെ, നീ പ്രതിസന്ധിയിലൂടെ, നീ ഭാരപ്പെട്ട് നീ വേദനയോടെ മുന്നോട്ട് പോകുമ്പോൾ ആ സമയത്ത് നിന്നോട് സംസാരിക്കുവാൻ ആരും ഇറങ്ങി വരില്ല. നീ ഒരു തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ തകർച്ച നോക്കി മാറി നിന്ന് നിന്നെ പരിഹസിക്കുന്നവർ കാണും. പക്ഷേ ആഴക്കടൽ പടകിൽ യാത്ര ചെയ്ത ശിഷ്യന്മാർ കരവിട്ട് പല നാഴികയായി അവരൊരു അപകടത്തിൽ, ഒരു അനർത്ഥത്തിലോട്ട് പോവുകയാണ്. പക്ഷേ ആ സമയത്ത് യേശു അവിടെ ഇറങ്ങിച്ചെന്ന് പറയുന്നു, ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട. യേശു അവരോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യേശുവിൻ്റെ പ്രത്യേകത, നമ്മൾ സന്തോഷത്തോടും ഉയർച്ചയിലും നമ്മൾ ചിരിക്കുമ്പോൾ മാത്രം നമ്മോടുകൂടെ വന്ന് സംസാരിക്കുന്നവനല്ല. മറിച്ച് നീ ഒരു തകർച്ചയിലും, നീ ഒരു വേദനയിലും, നീ ഒരു പ്രതിസന്ധിയിലും തകർക്കപ്പെട്ടവനായി എല്ലാവരും മാറി നിന്ന് നിന്നെ ചിരിക്കുമ്പോൾ, ആ വ്യക്തിക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ, മനുഷ്യൻ മാറി നിൽക്കുമ്പോൾ, യേശുവിൻ്റെ പ്രത്യേകത, യേശു നീ എവിടെയാണോ തകർച്ച അനുഭവിക്കുന്നത് അവിടെ സ്വർഗത്തു നിന്നും ഇറങ്ങി വന്ന് നീ തകർച്ച അനുഭവിച്ച് വേദനപ്പെട്ട് ഇരിക്കുന്ന ഇടത്ത് നിന്റെ അടുക്കൽ യേശു ഇറങ്ങി വന്നിട്ട് പറയും, അധൈര്യപ്പെടേണ്ട കുഞ്ഞെ, ഭാരപ്പെടേണ്ട, ധൈര്യമായിരിക്കെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ചുറ്റും ഒരു സമൂഹം നിന്നെ നോക്കി പരിഹസിച്ചാലും, ഈ തകർച്ചയെ നോക്കി അവർ പല അഭിപ്രായങ്ങൾ പറഞ്ഞാലും, ഞാൻ നിന്നോട് പറയുന്നു, നീ അഭിപ്രായത്തെ നോക്കേണ്ട. അഭിപ്രായം പറയുന്ന സമൂഹമാണ്, അഭിപ്രായങ്ങൾ പറയുന്ന മനുഷ്യനാണ്. പക്ഷേ ഞാൻ നിന്നോട് പറയുന്നു, നീ ഭാരപ്പെടേണ്ട, നീ അധൈര്യപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട, ധൈര്യമായിരിക്കുക. എന്നെ കേൾക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്ക് ചില തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാൻ ആ സർവശക്തനായ കർത്താവ് നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, ഉയരത്തിലെ അപ്പനോട് യേശുവേ എന്ന് വിളിച്ച് ആ ഹൃദയം സമർപ്പിച്ച് ആത്മാവിനോട് ചേർന്നിരുന്നാൽ മാത്രം മതി. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ ഒരിക്കലും നിങ്ങൾ തളർന്നു പോകത്തില്ല, നിങ്ങൾ ഭാരപ്പെട്ടു പോകത്തില്ല, നിങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. മത്തായി സുവിശേഷം 9:27 യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് പിന്തുടരുവാനിടയായി. യേശു അവരുടെ നിലവിളി കേട്ടു. കണ്ടോ, കടലിൽ പടകിൽ പോയവർ അനർത്ഥത്തിലായി പോകുമെന്ന് ഭാരപ്പെട്ട് നിലവിളിക്കുമ്പോൾ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശു അവരായിരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അധൈര്യപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, പേടിക്കണ്ട. യേശു നടന്നു പോകുമ്പോൾ കുരുടന്മാർ നിലവിളിക്കുമ്പോൾ യേശു അവിടെ നിന്നു. അവരുടെ നിലവിളി കേട്ടു. അവരുടെ നിലവിളി കേട്ടിട്ട് അവരോട് ചോദിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാഴ്ച വേണം. നിന്റെ നിലവിളി കേൾക്കുമ്പോൾ കേട്ടിട്ട് മാറിപ്പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ഈ വചനത്തിലൂടെ പറയുന്നു, ധൈര്യപ്പെടുക. 2, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. 3, നിന്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന ദൈവമുണ്ട്.
ഒന്നാമത്തെ ദൈവശബ്ദം ധൈര്യപ്പെടുക. രണ്ടാമത്തെ ദൈവശബ്ദം നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. മൂന്നാമത്തെ ദൈവശബ്ദം വാഗ്ദത്തം നിവർത്തിക്കുന്ന ദൈവമുണ്ട്. നിന്റെ ശബ്ദം കേട്ട്, നിന്റെ അവസ്ഥ കേട്ട് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. രൂത്തിൻ്റെ ജീവിതത്തിൽ മോവാബ് ദേശത്തുനിന്ന് ബെത്ലഹേമിലേക്ക് വന്ന രൂത്തിനോട് ബോവസ് പറയുന്ന ഒരു വാക്കുണ്ട്. രൂത്തിൻ്റെ പുസ്തകം 3:13 ബോവസ് പറയുന്നു രൂത്തിനോട്, ഞാൻ നിന്നോട് വീണ്ടെടുപ്പുകാരൻ്റെ മുറ നിവർത്തിക്കും. നിന്നോട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന സർവശക്തനായ കർത്താവാണ്. രൂത്തിനോട് ബോവസ് പറയുന്നു, ഞാൻ നിന്നോട് വീണ്ടെടുപ്പിൻ്റെ മുറ ഞാൻ നിവർത്തിച്ചു തരും. അതായത് ദൈവം നിങ്ങളോട് പറയുന്ന ഒരു വാഗ്ദത്തം സ്വർഗത്തിലെ ദൈവം നിവർത്തിക്കും. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം പറയുന്ന ദൈവശബ്ദം നീ ധൈര്യമായിരിക്കുക. രണ്ടാമത് പറയുന്ന ദൈവശബ്ദം നിന്റെ നിലവിളി ഞാൻ കേൾക്കുന്നു. മൂന്നാമത് പറയുന്ന ദൈവശബ്ദം നിന്റെ വാഗ്ദത്തത്തെ ഞാൻ നിവർത്തിക്കും. യോസഫിനോട് പറഞ്ഞ ദൈവശബ്ദം പോലെ, യോസഫിന് കൊടുത്ത സ്വപ്നത്തിൻ്റെ ദൈവശബ്ദം പോലെ യോസഫിൻ്റെ വാഗ്ദത്തത്തെ ദൈവം നിവർത്തിക്കുന്നു. യാക്കോബ് കണ്ട സ്വപ്നത്തിലൂടെ യാക്കോബിൻ്റെ വാഗ്ദത്തത്തെ ദൈവം നിവർത്തിക്കുന്നു. സക്കരിയാവിനോടുകൂടെ ദൈവം സംസാരിച്ച, ദൂതൻ ഇറങ്ങി സംസാരിച്ച ദൈവശബ്ദം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഒരു മകനെ നിങ്ങൾക്ക് ലഭിക്കും, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ ദൈവം നിവർത്തിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗം നിന്നോടുകൂടെ ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ നിവർത്തിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ആ കർത്താവിൻ്റെ കരങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവശബ്ദം നിന്നോട് പറയുന്നു, നിന്റെ പ്രതിസന്ധി നീ ഭാരപ്പെടേണ്ട, ധൈര്യമായിരിക്കുക. രണ്ടാമതായി പറയുന്നു, നിന്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നീ നിലവിളിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉറപ്പായിട്ട് മറുപടി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. മൂന്നാമതായി, നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ച് നിന്റെ വാഗ്ദത്തത്തെ നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. വാഗ്ദത്തങ്ങളെ പൂർത്തീകരണം കാണിച്ച് മാനിക്കുന്ന ദൈവമാണ്. ഈ ദൈവശബ്ദം നിങ്ങൾ ആശ്വസിപ്പിക്കട്ടെ. ധൈര്യത്തോട് ഒരു ക്രിസ്തീയ ജീവിതം ചെയ്തെടുത്ത് പരിശുദ്ധാത്മാവോട് ചേർന്നിരിക്ക്. നിന്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിച്ച് അനുഗ്രഹിച്ച് ഭൂമിയിൽ മാനിക്കുന്ന ദൈവമാണ് കർത്താവേ. ഈ ദൈവശബ്ദം കേൾക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞാനിവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.